അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് റൊസോക്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അവിടെയുള്ള ആ ഒരു ബിൽഡിങ്ങില്ലേ, വെള്ളത്തിൽ ജസ്റ്റ് ബിൽഡിങ്ങുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിരുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ ജസ്റ്റ് സൈഡിൽ ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ അവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രിഡ്ജല്ല ആ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിൽ ജസ്റ്റ് ക്രൗച്ച് ചെയ്ത് ഇരിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ക്രൗച്ച് ചെയ്ത് ഇരുന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്ന പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. കറക്റ്റായിട്ട് ക്രൗച്ച് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു വെള്ളത്തിൻ്റെ അടിയിലോട്ട് മെല്ലെ മെല്ലെ ഇറങ്ങുന്നത് കാണാം. കണ്ടോ, കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മൂവ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് ആയി പോകരുത്. അപ്പോൾ ജസ്റ്റ് നീന്തും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ടായിട്ട് കറക്റ്റ് നിങ്ങൾ അടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കും. നമ്മുടെ ലൈഫോ കാര്യങ്ങളോ ഒന്നും കുറയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. കറക്റ്റായിട്ട് എൻ്റെ ഒരു ലൈഫ് പോലും കുറയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് സോൺ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വെള്ളത്തിൻ്റെ അടി വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സോൺ അല്ലെങ്കിൽ മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അടി വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം സർവൈവ് ചെയ്യാൻ പറ്റും. ഒരു ഇനമിക്ക് പോലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടിപൊളി ട്രിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിമീസിനെ കാണുകയാണെങ്കിൽ എണീച്ച് നിന്നിട്ട് ഫൈറ്റ് എടുക്കുക, എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിൽട്ട പവറിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ കറക്റ്റ് കാണിച്ചിരുന്നുണ്ട്, മിൽട്ട പവറിൽ നിങ്ങൾ വരുമ്പോൾ കറക്റ്റ് ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ട്രിക്ക് വർക്കാവുന്നത്. അപ്പോൾ എന്തായാലും മിൽട്ട പവറിൽ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ബഗ്ഗിയുടെ ആവശ്യമുണ്ട്. ആ ഒരു ബഗ്ഗി എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ബഗ്ഗി വെച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബഗ്ഗി ഈ ഒരു കാണുന്ന ജസ്റ്റ് ബാക്കിലുള്ള ആ ഒരു മതിലില്ല, ജസ്റ്റ് മതിലെല്ലാം ഒരു പൊളിഞ്ഞു കൊടുക്കുന്ന സംഭവം, ഇതിൻ്റെ ബാക്കിലോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ബഗ്ഗി അടുപ്പിക്കുക. കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിലോട്ട് ബാക്കിലേക്ക് അടുപ്പിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സീറ്റ് ചേഞ്ച് ചെയ്യുക. ബാക്ക് സൈഡ് മീൻസ് ആ ഒരു സീറ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ടോ, നിങ്ങൾ ആ ഒരു മതിൻ്റെ ഉള്ളിലേക്കായിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ കാണുന്നത് നമ്മൾ ആ ഒരു മതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഐ റൊട്ടേഷൻ വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ കറക്റ്റ് നമ്മളെ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ള കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ബഗ്ഗി ആ ഒരു നമ്മുടെ ബഗ്ഗിയിലുള്ള ആ ഒരു ട്രെയിൻ സീറ്റിലുള്ള ആരും നമുക്ക് കാണുന്നില്ല, നമ്മൾ ബാക്കിലാണ്. ജസ്റ്റ് ചെറുതായിട്ട് നമ്മളുടെ ആ ഒരു കാല് മാത്രം കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ബഗ്ഗി കറക്റ്റായിട്ട് അടിപ്പിക്കാത്തതുകൊണ്ട് കേട്ടോ, ഒരു ചെരിഞ്ഞിട്ടാണ് ബഗ്ഗി എടുക്കുന്നത്. അത് സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാല് പോലും കാണില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് FPPയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗണ്ണ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലുള്ള എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. അടിപൊളിയായിട്ട് ഇവിടെയുള്ള എനിമീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചിടാൻ പറ്റും. ഇവിടെ ഗ്രാനേഡും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിമീസ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതാണ് ഈ ഒരു ട്രിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ ലിവിക്ക് മാപ്പിലാണ് നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് വർക്ക് ആവുന്നത്. അത് കറക്റ്റ് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മാപ്പിൽ കാണിച്ചിരുന്നുണ്ട്, ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേസിൻ്റെ അവിടെയാണ് നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വെബ് ഷൂട്ടർ, അതായത് ആ ഒരു ഇവൻറ്റ് മോഡിൽ ജസ്റ്റ് വെബ് ഷൂട്ടർ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് കണ്ടില്ല, കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്നത് അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ് ഷൂട്ടർ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ കയറാം. മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷിപ്പ് യാർഡിലുള്ള എല്ലാ എനിമീസിനും മീൻസ് ഓൾമോസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഫുൾ എനിമീസിനെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് സ്കോപ്പ് ചെയ്തിട്ട് അടിച്ചിടാൻ പറ്റും. അതിന് കറക്റ്റ് ഒരു പ്ലേസാണ്. നമുക്ക് ആരും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് അടിപൊളിയായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. കൂടാതെ നമുക്ക് അടിപൊളി കവറാണ്. അതായത് ജസ്റ്റ് നമ്മൾ റൈറ്റിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ഈ ഒരു ചെറിയ ഒരു ലൈറ്റിൻ്റെ ബാക്കിലോട്ട് നമുക്ക് എന്താ ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് കവർ എടുത്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി സംഭവമാണ്. ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ എന്തായാലും ആരും അത്ര പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. നമുക്ക് ഇനി സ്പോട്ട് ചെയ്താൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് കവർ നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ജസ്റ്റ് ഷിപ്പ് യാർഡിൽ വരുന്ന എനിമീസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചിടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് മിലിറ്ററി ബേസിലാണ് നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ബേസിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിരുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ വരാം. മിലിറ്ററി ബേസിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് നേരെ കാണുന്ന ജസ്റ്റ് 2 ടവർ ഉണ്ടില്ലേ, ഈ 2 ടവറിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ടവറിൽ ആണ് നമ്മൾ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ട് മീൻസ് അതായത് കറക്റ്റ് ഒരു വെബ് ഷൂട്ടർ യൂസ് ചെയ്തിട്ട് ആ ഒരു ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറാം. അതായത് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, വെബ് ഷൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള മറ്റേ ആ ഒരു ടവറിലെ അതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും മീൻസ് പറ്റുന്നവർക്ക് പറ്റും. അതായത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ചാടി പിടിച്ച് കയറാം. പക്ഷേ അതിനെക്കാട്ടി എളുപ്പം ഈ ഒരു തൊട്ടടുത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് വീണ്ടും മറ്റേതിൻ്റെ മുകളിലേക്ക് ചാടുന്നതാണ്. ഡയറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് ചാടി കറക്റ്റ് വെബ് ഷൂട്ടർ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, വെബ് ഷൂട്ടർ യൂസ് ചെയ്തിട്ട് ഇതിനടുത്ത മുകളിലോട്ടും കൂടി കയറാം. കയറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മിലിറ്ററി ബേസിലെ ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഈ ഒരു താഴത്ത് കാണുന്ന സംഭവം കണ്ടില്ല, 5 ജസ്റ്റ് ആ ഒരു ബിംബങ്ങൾ, അതായത് കറക്റ്റായിട്ട് കാണിച്ചിരുന്ന ആ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവങ്ങൾ, അത് നമ്മൾ ഇതിൻ്റെ തലേ ദിവസത്തെ അതായത് ഇന്നലത്തെ വീഡിയോയിൽ ആ ഒരു സംഭവത്തിന് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സൈഡും കാണുന്നതായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിനെക്കാട്ടിയും വലിയ ട്രിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് അതിനും മുകളിൽ അതിനെക്കാട്ടിയും മുകളിലുള്ള ടവറിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ഓൾമോസ്റ്റ് എല്ലാ സൈഡിലുള്ള മീൻസ് ഈ ഒരു ബിൽഡിങ്ങിലുള്ള എനിമീസിനൊക്കെ നമുക്ക് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അടിച്ചിടാൻ പറ്റും. അടിപൊളിയായിട്ട് ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ ഈ സൈഡ് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ നിന്നിട്ടെങ്കിൽ എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിന് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫുൾ ഈ ഒരു ഓവർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട്
എനിമീസിനെ അടിച്ചിടാൻ പറ്റുന്നുള്ളതും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ആ ഒരു ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.